ഈവനിങ് സ്നാക്കായിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് കബാബാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അത് ബോയിലായിരുന്ന സമയം കൊണ്ട് ഇതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞൊന്ന് വേവിച്ചെടുക്കണം. അപ്പം പൊട്ടറ്റോടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് അതിലോട്ട് 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അതിലോട്ട് 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചമുളകും മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്, സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എഗ്ഗ് ബോയിലായി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ എഗ്ഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ എഗ്ഗും 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എഗ്ഗെല്ലാം 4 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കബാബ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തീനിൽ നിന്നും കുറച്ച് തീനെടുത്ത് ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഒരു എഗ്ഗിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എഗ്ഗിൻ്റെ പീസ് വെച്ചിട്ട് ഈ പൊട്ടറ്റോ മിക്സ് കൊണ്ട് എഗ്ഗ് കവർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പൊട്ടറ്റോ മിക്സ് ഇതുപോലെ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഉരുളാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വെള്ളം കൂടിയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം മാവ് നല്ല തിക്കായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാ കബാബും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാ കബാബും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്നാക്ക് റെഡിയാക്കണം. അതിനായിട്ട് മുട്ടയുടെ മിക്സ് എടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലും വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കി കൊടുക്കുക. മുട്ടയുടെ മിക്സിന് പകരം മൈദയുടെ മിക്സ് എടുത്താലും മതി കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് റെഡിയാക്കിയിട്ടുള്ള കബാബ് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും റെഡിയായി കഴിഞ്ഞാൽ, 2 ഭാഗവും റെഡിയായി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് കബാബാണ്. വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം.